നിമിഷപ്രിയയുടെ മോചനം അധികം വൈകാതെ ഉണ്ടാകുന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ നിമിഷപ്രിയയെ മോചിപ്പിച്ചു, വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള വാർത്തയൊക്കെ വന്ന് ഇനി അടുത്ത മോചനത്തിലേക്ക് കടക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ അറിയുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു. അതായത് അവിടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു, വധശിക്ഷ നടപ്പിലാക്കണം, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണം, അതിൽ ഒരു ഉദാസീനത കാണിക്കരുത്, അത് നീട്ടിവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. യമനിൽ ഈ പറഞ്ഞ സന ജയിലും കോടതിയൊക്കെയുള്ള ആ ഏരിയ മുഴുവൻ ഹൂത്തികളുടെ കയ്യിലാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്നൊരു വാർത്ത വലിയ ആഗോളതലത്തിൽ വലിയ പ്രാധാന്യം കിട്ടിയിട്ടുള്ളൊരു വാർത്തയാണ്. താൽക്കാലികമായിട്ടാണ് മരവിപ്പിച്ചത് എങ്കിൽ പോലും ആ ഒരു വാർത്തയ്ക്ക്, അതായത് ഇന്ന് നടക്കേണ്ടിയിരുന്ന ഒരു വധശിക്ഷ ഇന്നലെ മരവിപ്പിക്കുക എന്നുള്ളപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഒരു വേൾഡ് തലത്തിൽ തന്നെ ചർച്ചയാവുന്ന ഒരു തീരുമാനത്തിനാണ് തുടക്കമിട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം വന്ന അന്ന് മുതൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു, ശേഷം ഇവരെ മരവിപ്പിച്ചേക്കാം, ദിയാദനം വാങ്ങിച്ചിട്ട് ഇവരെ പറഞ്ഞു വിട്ടേക്കാം എന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ചയാണ്. പക്ഷേ നമുക്കറിയാം, ഒരു മതരാഷ്ട്രത്തിൽ അവരെ ഇങ്ങനെയുള്ള കേസുകൾ, പ്രത്യേകിച്ച് യമനിലൊക്കെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരാളെ കൊന്നത് അതേപോലെ തന്നെ തിരിച്ച് ആ കൊലയാളിയും കൊല്ലണം എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രമാണ് യമനൊക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.